400 ആർട്ടിസ്റ്റുകൾ 10 മണിക്കൂർ പോരാ. അതിന് വേണ്ടി നമ്മുടെ അമ്മയുടെ പ്രോഗ്രാം ഇത് അമ്മയുടെ കുടുംബസംഘം വന്ന് വിവാഹത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി ഇവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ മാത്രമാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. എന്നാലാണ് ഇത് പക്ക കറക്റ്റ് ആവുള്ളൂ. ഇവർ ഒത്തിരി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അവരത് ചെയ്യണത്. എടേ മാനുവല്ലേ, എന്താ നിന്റെ പ്രശ്നം? നനക്ക് തരാനുള്ള പൈസ ആദ്യം തോമസേപ്രായം തരും. മോളേൻ്റെ അവിടെ നിന്ന് അന്ന് ഞാൻ പായന അർപ്പിച്ച് ചോദിച്ചപ്പോൾ എന്തായിരുന്നു അഹങ്കാരം. ഇങ്ങോട്ട് ടീം കൊണ്ട് കളിച്ച കളി പിടിഞ്ഞപ്പോൾ മനസ്സിലായി. പൊക്കോട്ടെ പൊക്കോ. കറക്റ്റാ. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഇത് കഴിഞ്ഞ ദിവസം ഒരു മാരുതി കാർ 100 കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു, ഒരു ഇന്നോവ കാർ 200 മൈൽ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ പൊന്ന് സാറേ, ജനം മൊത്തം നോക്കിയിരിക്കുകയാണ്. മാരുതി കാർ എറണാകുളത്തേക്കും പോയി, മറ്റേ കോട്ടയത്തേക്കും പോയി. പക്ഷെ ഇപ്പോൾ കോട്ടയത്ത് എന്താ വില? പ്രേതങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ വിളിച്ച ചാട്ടം വരും. അപ്പൊ തന്നെ അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തള്ള ഉറപ്പാണ്. അസീസ്ക്കില്ലേ പണ്ടത്തെ, അസീസ്ക്കാരുടെ ശൈലിയെ പിടിച്ചത്. പണിക്കര് സാറെന്ന് ചുമ്മാതിരി ഒരു സാധനം ഇതിലോട്ട് അന്ന് എന്തോ 17-20 years അത്ര ഏജ് കുറവാ. അപ്പൊ ഞാൻ ഈ അടുത്തത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇയാള് ഭയങ്കര പ്രായമുണ്ടല്ലോ. എടി നവാസ് അന്ന് അത്രയും ചെറുപ്പത്തിൽ എങ്ങനെ ഇത് ചെയ്തേന്ന് ഞാൻ ചോദിച്ചു. ഇത് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ പൊതുവെ നമ്മൾ സ്പീഡിൽ പല കാര്യങ്ങളും പറയും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് രഹസ്യമായിട്ടൊക്കെ എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ട സ്ഥലങ്ങൾ അത് ആരും കേൾക്കരുത്, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിലപ്പോൾ ക്ഷമയില്ലാതെ അത് ഒത്തിരി ഒച്ചയിലൊക്കെ പറയും. പലപ്പോഴും റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ, റെസ്റ്റോറൻറ്റിൽ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുന്നത്. അവർ ആ ഒരു മൂഡിൽ അവർ വേറെ ഒന്നും പരിസരം ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചില ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരിക്കുന്ന സമയത്തും നമ്മളത് ശ്രദ്ധിക്കാതൊക്കെ പലപ്പോഴും പറയും. അപ്പോൾ അത് സ്ത്രീകളാണ് ഭയങ്കര രഹസ്യമായിട്ട് ഇതൊക്കെ സൂക്ഷിക്കുക, പിന്നെ പറയണ മറ്റുള്ളവർ കേൾക്കാതെ ഇതാക്കുക, ആ ഒരു പക്വതയോടെ പെരുമാറുക. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊരു അബദ്ധമോ പറ്റി കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് പറയും. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പൊതുവെ സ്ത്രീകളെ. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പറയാം. അതായത് ഭയങ്കര പനി പെട്ടത് ഈ വൈറൽ ഫീവർ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. അങ്ങനെ പനി വന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ഇവിടെ കൂടെ വരും, ചെന്നിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ തന്നെ ഈ ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ പനിയുടെ കാരണം പൊതുവെ ഭാര്യമാർക്ക് അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവില്ല. ആ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വന്നു. അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ചെയറിലിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്, വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പനിയുടെ കാര്യമില്ല, ഇപ്പം ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഫോണിൽ. അപ്പം എന്താണെന്ന് പിന്നെ ടൈപ്പ് ചെയ്തു. ഞാൻ പറയും എന്ത് സംഭവം എനിക്കിങ്ങനെ കാണിച്ചു വന്നു. ഫോൺ കാണിച്ചപ്പോൾ കടല വെള്ളത്തിലിടാം കേട്ടാ. അല്ല, ഞാൻ കടലാക്രമണം, സുനാമി എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. അപ്പോൾ എന്തോ ഭയങ്കര സീരിയസ് വിഷയമാണ്. ശ്രദ്ധിച്ചപ്പോൾ കടല വെള്ളത്തിലിടാമോ എന്നാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി അവിടെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കാരണം മൊത്തം ഇവിടെ ഒരു 15 പേര് ഇരിക്കുന്നു, അവിടെ ഒരു 10-20 പേര് ഇരിക്കുന്നു. ഇങ്ങനെയാണല്ലോ, സ്ക്വയറായിട്ടൊക്കെയാണ് പലരും ആളിരിക്കും. ഹോസ്പിറ്റലല്ലേ, ഭയങ്കര സൈലൻ്റാണ്. കുറച്ച് കണ്ട് പിന്നെ ഇവിടെ തന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ഫോൺ ചെയ്തു. അപ്പോൾ ഉമ്മയെ ഞങ്ങൾ വിളിക്കുക, റേനയുടെ ഉമ്മയാണ്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മി ഞാനൊരു മെസ്സേജ് വിട്ടത് കിട്ടിയ? ആ കിട്ടി. എന്നിട്ട് അതിലൊന്നും വരുന്നില്ലല്ലോ മോളെ. വരുന്നില്ല എന്നാ? ആ ഞാനതിൽ അമർത്തി നോക്കി, അതിലൊന്നും വരുന്നില്ല. അപ്പോൾ വാട്സപ്പ് വിട്ടേക്കാണ്. അതിലെന്തിനാണ് അമർത്തിയത്? അതിലമർത്താൻ വേണ്ടിയിട്ടതല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊക്കെ കേട്ടോണ്ടി. അപ്പോൾ കുറച്ച് 2-3 പേര് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതായത് രസമാണ്. അതിൽ അമർത്തേണ്ട കാര്യമില്ല. അത് സാധനം വായിച്ചാ അത് വായിച്ചു. അപ്പം നാളെ രാവിലെ ഒക്കെയുള്ള കടല, അതായത് ഇന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്, ഇന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ രാത്രി അത് ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ പിള്ളേർക്ക് അതങ്ങനെ ഒരു
പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പൊ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഈ പ്ലാനിങ് മൊത്തം പൊളിഞ്ഞു. ബെസ്റ്റ് ടെൻഷൻ അതിനാണ് അടിച്ചത്. ആ പ്ലാനിങ് മൊത്തം പൊളിഞ്ഞിട്ട് അത് വിളിച്ചു. അപ്പൊ അപ്പൊ ഉമ്മി എന്താ വിചാരിച്ചെന്നറിയോ, ഇത് കണ്ടപ്പോ കടല വെള്ളത്തിലിടാമോ, അപ്പോ പാവയ്ക്ക പച്ചക്ക് കഴിക്കാമോ, ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണോ, ഇങ്ങനെ യൂട്യൂബിൽ കുറെ സാധനങ്ങൾ വരുന്നു. അതുപോലെ സാധനമാണ് കടല വെള്ളത്തിലിടാമോ എന്ന് പറയുമ്പോ അത് അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അതില്. ഏത് യൂട്യൂബിൽ ഏത് ലിങ്ക് വന്നിട്ട് കടല, അപ്പോ ഇവള് കടല വെള്ളത്തിലിടാൻ ഇവളിങ്ങനെ പോന്നോണ്ട് കടല ഒന്ന് വെള്ളത്തിലിടാമോ, അപ്പൊ വൈകിട്ട് റെഡിയാക്കാലോ, അതിന് വേണ്ടി അയച്ചു കൊടുത്താണ്. അത് ഉമ്മിക്ക് മനസ്സിലായിട്ടില്ല. ഉമ്മി ഓർത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കടലിൽ വെള്ളത്തിൽ ഇടുന്ന സാധനം വരും, അല്ലെ പാവയ്ക്ക പച്ച കഴിക്കുന്നത് നല്ലതാണോ എന്ന് അറിയാൻ പറ്റും എന്നോട് ആ ലിങ്ക. അപ്പൊ ഉമ്മി ഇങ്ങോട്ട് പറയാണ്, ഈ കാര്യം നീ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്നത് കുത്തേണ്ട കാര്യമുണ്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മി രാവിലേക്കുള്ള മക്കൾക്ക് കൊടുക്കാനുള്ള കൊണ്ടുപോകാനുള്ള ക്ലാസ്സിലേക്കുള്ള ഇതാണ് കടല വെള്ളത്തിൽ കടലക്കറിയും അപ്പം വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവരിങ്ങനെ അവിടുന്ന് ഇത് ഈ പറഞ്ഞതെല്ലാം കേട്ടു, എല്ലാവരും ഈ പറഞ്ഞതെല്ലാം കേട്ടു, കൂടെ അവിടെ ഇരുന്നവരാ കേട്ടു. അപ്പൊ അവർക്ക് ഇനി അറിയേണ്ടത് കടലയുടെ കൂടെ അപ്പം തന്നെയാണോ പുട്ടാണോ ഇടിയപ്പാണോ എന്ന് അറിയണം. ആ ഒരു എക്സ്പ്രഷനിലല്ലേ ഇരിക്കുക, വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്ത രോഗികൾക്കെല്ലാവരും ടൈം പാസുമായി അല്ലേ, സംഭവങ്ങൾ അറിയാനും പറ്റി. ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇനിയും ഉണ്ടോ? ഞാൻ ഈയിടെയാണ് കോമഡി ഉത്സവത്തിൽ കേട്ടൊരു സംഭവമാണ്. പാട്ട് ഏതോ ഒരു ടഫ് പാട്ടൊക്കെ പാടിക്കൊടുത്ത് കല്യാണത്തിന് ശേഷം അല്ലേ, അതെന്തായിരുന്നത്, അത് പാടിക്കൊടുക്കാനുള്ള അതെന്തായിരുന്നത്, അതിനെപ്പറ്റി ഒന്ന് കല്യാണം കഴിഞ്ഞ അല്ല, അങ്ങനെ ഒരു സമയത്ത് തമാശ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് അത്തരത്തിൽ അത് ഒരു തമാശയായിട്ട് അതിനെ, അല്ലെങ്കിൽ നമ്മളെ വരെ ചിരിപ്പിച്ച് കളയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്ന ചിന്തിക്കുന്നില്ല. പാട്ട് സ്വാഭാവികമായിട്ട് നീ പാടാറില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം പാടിയിരുന്ന ആളാ പൊതുവേ കേട്ടിട്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, നീ എന്താ ഇങ്ങനെ, നീ എന്തെങ്കിലും പറയും പക്ഷെ ഒന്നും മിണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കാതെ. ഇപ്പം ഈ പാട്ട് പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാത്റൂമിൽ കുളിക്കാനൊക്കെ കയറിയ 1 hour പാട്ടായിരിക്കും. ലാസ്റ്റ് ദേശീയഗാനം എത്തുമ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് പറയും, കല്യാണത്തിനൊക്കെ മുമ്പേ കൂട്ടിയിട്ട് പറയും, അറസ്റ്റ് വരട്ടാ, കാര്യം ദേശീയഗാനം ടോയ്ലറ്റിൽ അല്ല, ദേശീയഗാനം ടോയ്ലറ്റിൽ നിന്നല്ലേ പാടാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും, അതിന് നിൽക്കണേനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അങ്ങനെയായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി അത് സഡൻ ബ്രേക്ക് ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാര്യം നവാസ്ക പാടുന്ന ആളാ, അപ്പൊ നവാസ്ക നന്നായി പാടുന്ന ആളായോണ്ടിട്ട് എനിക്ക് ബാത്റൂമിൽ പോലും പാടാൻ പേടിയായിട്ട് ഞാൻ പാടുന്നേ ഇല്ല. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ കുഴിക്ക് ഇറങ്ങി അത്രയും ടൈം ഭയങ്കര ഉറക്കെയാണ് ഞാൻ പാട്ട് പാടുക. ബാത്റൂമിൽ എല്ലാവർക്കും അറിയാം, ഞാൻ ടോയ്ലറ്റിൽ കുളിക്കാൻ കയറുന്ന അറിയാം, അത്രയും ഇതാ. അപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി കട്ടാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ചിരിക്കുന്നുണ്ട്, കാര്യം കുളിച്ച് സൈലൻ്റായിട്ട് കുളിച്ച് വരിക, മിണ്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ നവാസ്ക പറയണ ഒരു പാട്ട് പാടും. അപ്പം ഞാൻ കളിയാക്കുകയാണ്, ഇനി ഇവരാരെങ്കിലും പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഇല്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെന്തായിരിക്കും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ? അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഒരു പാട്ട് പാടും അങ്ങനെ. പിന്നെ എനിക്കെന്താന്ന്, ഇനി പാടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും, ഇനി എന്നെങ്ങാനും പറഞ്ഞു വിടുമോ എന്നുള്ള അവസ്ഥയായി. കാര്യം അത്രയും നിർബന്ധിക്കാൻ ഞാൻ പറഞ്ഞു. നമ്മള് സ്പോണ്ടേനിയസ് ആയിട്ട് പലരും പല തമാശകൾ പറയുമെങ്കിലും ഇതെനിക്ക് ഭയങ്കര, അല്ലാതെ ആള് കേൾക്കുമ്പോൾ തന്നെ ഒരാളുകൾ ആസ്വദിച്ചൊരു സംഭവം കൂടിയാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു പോയൊരു സംഭവമാണ്. മണ്ണിൽ നിன்ற കാതലല്ലി പാടുന്നില്ലല്ലോ. അതെ. എന്നിട്ട് പിന്നെ അത് പാടാൻ അല്ല, അപ്പൊ ഞാൻ വിചാരിച്ചേ നവാസ്ക പാടുന്ന ഒരു പാട്ട് നല്ല, എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നവാസ്ക ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്ത. പാടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷെ നവാസ്ക ഭയങ്കര സീരിയസ് ആയിട്ട് പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് പേടിയായി, ഇനി എന്നെ തല്ലു. പാട്ടിനെ കാര്യമായി അങ്ങ് പാടി. ഞാൻ പാടുന്നു വിചാരിച്ചിട്ട് തന്നെ കാര്യമായിട്ട് പാടാം. അപ്പൊ എനിക്കൊരു ടെൻഷൻ. അപ്പൊ തന്നെ
അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തല്ല് ഉറപ്പാണ്. കാര്യം ഇത്രയും സീരിയസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തല്ലും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് അതിലുള്ളതാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പൊ നവാസ്ക്ക് ആദ്യം ഷോക്കായി നിന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു അയ്യോ എന്തെങ്കിലും പ്രശ്നമായോന്ന്. പിന്നെ ഇരുന്ന് ചിരിച്ചു. വേറെ നിവൃത്തിയില്ലല്ലോ എന്നല്ലേ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ട്രാക്ക് പോയത്? ഇല്ല, ഞങ്ങളൊരു അല്ല, അതിനത്യാവശ്യമല്ലേ നമ്മള് ഇതിന് മുൻപൊക്കെ ഇങ്ങനെ പല പടങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു അറിയാതെ ഒക്കെ ഇങ്ങനെ പലരും സംസാരിച്ചിട്ടുണ്ട്. മുമ്പ് ചെയ്തിരുന്ന പടങ്ങൾ ഇപ്പൊ മാട്ടുപെട്ടി മച്ചാൻ അങ്ങനെയൊക്കെ വന്നപ്പോഴൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് അവരത് മറ്റു വർക്കും കാര്യങ്ങളൊക്കെ കാരണം ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഈ പിഴയുടെ കാര്യം പറഞ്ഞില്ല, നീലാകാശം നിറയെ, അത് കലവൂർ രവികുമാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. അത്യാവശ്യം ഒരു മെസ്സേജുള്ള സംഭവമൊക്കെ ആയിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് കറക്റ്റ് സമയങ്ങളിൽ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടൊക്കെയാണ് എത്തിക്കാൻ പറ്റില്ല. ആളുകളിലേക്ക് റിലീസ് ചെയ്തു, പക്ഷെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പിന്നെ അത്തരത്തിലൊരു എന്താ പറയാ, ഒരു ഓഫ് ബീറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് മൂവിയാണ് അത്. അപ്പൊ അതിന്റെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ഥിരമായിട്ട് തമാശ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ സായികുമാർ, അങ്ങനെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുള്ള ഒരു പടം. ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ച അങ്ങനെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് സാമ്പത്തികമായിട്ടോ മറ്റുള്ള കമേഴ്ഷ്യൽ രീതിയിലൊന്നും നിങ്ങൾ കാണണ്ട, അല്ല ഞങ്ങൾക്ക് ഇങ്ങനെ പടം ചെയ്യുന്ന ആഗ്രഹമാണ്. അവരെ ആഗ്രഹത്തിന് അവരെ പടം ചെയ്തു. നമുക്കൊരു നല്ല ക്യാരക്ടർ എന്നതിലേക്ക് നമ്മൾ അത് അങ്ങനെ ആ സബ്ജക്റ്റ് നന്നായി വന്നപ്പോൾ ഇവരായിട്ട് ഇങ്ങനെ അവര് സംസാരിച്ചതാണ്. നമ്മളായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാതെ പിന്നീടാണ് ഇന്ന ആളുകളാണെന്ന് പറയുന്നത്. അപ്പൊ ആ പടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സംഭവത്തിൽ കാണുന്നത്, പിന്നീട് ഈ പ്രോഗ്രാമിന് ശേഷം ഇതാക്കുന്നത്. അപ്പൊ അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു പ്രപ്പോസൽ നടക്കുന്നുണ്ട് ഓൾറെഡി. കാരണം ഇപ്പൊ നിയാസ് വളരെ നേരത്തെ വിവാഹം കഴിച്ചാണ്. നിയാസൊക്കെ 24-25 വയസ്സിലൊക്കെ. അപ്പൊ എനിക്ക് ഓൾറെഡി 28 കഴിഞ്ഞു ആ ടൈമിൽ. അപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ അങ്ങനെ ഞാൻ എറണാകുളത്ത് സെറ്റിലാണ് കുറച്ച് നേരത്തെ തന്നെ. അവരൊക്കെ നാട്ടിലാണ്, വടക്കാഞ്ചേരി. അപ്പം അങ്ങനെ ആലോചിക്കാന്നുള്ള പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിയാസ് ഉണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ. പിന്നെ രേനയുടെ ഫാദർ നാടകനടനാണ്, നമ്മുടെ കുടുംബമൊക്കെ ആയിട്ട് നേരത്തെ അറിയാവുന്ന പാപ്പയൊക്കെ അറിയാവുന്ന ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കുടുംബങ്ങളായതുകൊണ്ട് അങ്ങനൊരു ഒരാഗ്രഹം ഉണ്ടായപ്പോൾ നിയാസ് അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഈ ആഗ്രഹം നിങ്ങൾക്ക് അപ്പം ആ ഒരു ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങൾ പരിചയക്കാരായിട്ട് സംഭവം തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഇയാൾക്കൊരു സിസ്റ്റർ ഉണ്ട്, എനിക്കൊരു സിസ്റ്റർ ഉണ്ട് സ്വപ്ന. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഏജ് ഇല്ല. അപ്പോൾ ഞാൻ 14 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് മൂവിയിൽ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രി ഒക്കെ ചെയ്തത് ഇതിന്റെ ഇടയിൽ നിന്നതാ. അപ്പോൾ സിസ്റ്റർ കല്യാണം പോലും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. 2 ഇയേഴ്സ് ഡിഫറൻസ് ഉള്ളൂ. ആളും ആയിട്ടില്ല, ഞാനും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആലോചിക്കാന്നുള്ള സംഭവം അവർക്ക് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉമ്മയും പാപ്പയൊക്കെ അവരും സപ്പോർട്ടിങ് ആയിരുന്നു നമുക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫാമിലിയിലൊക്കെ ആയാൽ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ തുറന്ന് സംസാരിക്കുന്നതൊക്കെ കൂടുതൽ ഫ്രീ ആകുന്നതൊക്കെ ആ ഒരു സംസാരത്തിന് ശേഷമാണ്. പിന്നെ നമുക്ക് എന്തായാലും പിന്നെ ഒരു 2 വർഷത്തോളം നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളതാണ്. കുറച്ചും കൂടി അടുത്തറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് കുറെ നാള് നിങ്ങൾ സംസാരിക്കാനുള്ള സമയം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് മാരേജ് എന്നുള്ളൊരു 3 ഇയേഴ്സ് കഴിഞ്ഞു. അല്ല, അത് കഴിഞ്ഞ് പിന്നെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞു സ്വാഭാവികമായിട്ട്. അത് കഴിഞ്ഞിട്ടാ. അപ്പൊ അതും കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈമിൽ അയാളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഏകദേശം ആ ടൈമിൽ തന്നെ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു. അങ്ങനെയായിരുന്നു സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ ഏതൊരു സ്കിറ്റില് നമ്മുടെ MS തൃപ്പൂണിത്തുറ ചേട്ടൻ്റെ വോയിസ് എടുക്കുക, അത് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ബിലീവേട്ടൻ, കോട്ടയം നസീർക്ക, നിങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നു അല്ലേ? അത് അതിന്റെ ഒരു കട്ട് ആക്ച്വലി നല്ല വൈറലായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. അത് കുറേ ഇതുപോലെ തന്നെ കുറെ സീൻസുകൾ സീക്വൻസ് ഒക്കെ ഇന്നത്തെ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പൊ ട്രോള് ചെയ്യുന്നവരും അതല്ലാതൊക്കെ തന്നെ പലപ്പോഴും ചോദിച്ചു. ഞാൻ പണ്ട് ഇപ്പൊ പറഞ്ഞ ഞാൻ ചിരിച്ചു പോയൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചു തന്നേക്കണത് മൈ ഡിയർ കരടി എന്ന ചിത്രത്തിൽ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ക്യാരക്ടർ. അതായത് എന്താ പ്രശ്നം, എന്താ അയാൾ വന്നിട്ട് നമ്മള് വണ്ടി വന്ന് ഇടിച്ചെന്നേ. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, ഇത് കഴിഞ്ഞ ദിവസം
ഒരു മാരുതി കാർ 100 കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു, ഒരു ഇന്നോവ കാർ 200 മൈൽ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ പൊന്നു സാറേ, ജനം മൊത്തം നോക്കിയിരിക്കുകയാണ്. മാരുതി കാർ എറണാകുളത്തേക്കും പോയി, മറ്റേ കോട്ടയത്തേക്കും പോയി. പക്ഷെ ഇപ്പോൾ കോട്ടയത്ത് എന്താ വില? പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ട് 5000 രൂപ സാധനത്ത് ഇപ്പോൾ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം. അല്ല, രൂപയുടെ മൂല്യത്തോടുകൂടി വിദേശ നാണയത്തിന് ഭയങ്കര ഡിമാൻഡായി. പക്ഷെ നമ്മൾ താമസിക്കണേ ഉള്ളൂ, വിദേശത്ത് തന്നെ താമസിക്കണം. അപ്പോൾ കുട്ടികളൊരു ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? 20. മലയാളത്തിലോ 56. അപ്പോൾ 26 30 പോയാൽ, അല്ല 56 30 പോയാൽ ഇങ്ങനത്തെ 56 എന്താ 26 പോയാൽ 30 എന്ന് പറയുമ്പോൾ ഒരു മാസം 30 ദിവസം. അപ്പൊ അങ്ങനെ വരുമ്പോ ആഴ്ചയിൽ 7 ദിവസം. അതായത് ഇങ്ങനൊരു ക്യാരക്ടറാണത്. അപ്പൊ ഈ ക്യാരക്ടർ വന്നിട്ട് പണ്ട് ഞാൻ രാജപ്പനും കൂടി 300 രൂപ 90 പൈസക്ക് ഒരു ഷർട്ട് എടുത്തു. 300 രൂപ 90 പൈസക്ക് ഷർട്ട് എടുത്തു. എന്നിട്ട് ഇയാളോട് സംസാരിക്കണ്ടേ, അപ്പൊ തന്നെ ഇമാരെ ആഡ് ചെയ്തേക്കണേ, അന്നത്തെ 300 രൂപ 90 പൈസക്ക് ഇപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഷർട്ട്. അങ്ങനെ സാധനം ഇറക്കുന്നു, കോണ്ടാക്ട് ചെയ്യാന്നുള്ള ഇൻസ്റ്റയിൽ ഇപ്പൊ കിടക്കുന്ന സംഭവം. ആ ഷർട്ട് ഇപ്പോൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ആ വിലക്ക് ഷർട്ട് ഉണ്ടെന്നുണ്ട് നമ്മുടെ ക്ലിപ്പ് ആഡ്. അതിലും വലിയ പ്രൊമോഷൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലേ? അല്ല, സത്യമാണല്ലോ പറയണത്. പക്ഷെ ഇതേ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ? അല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും അവര് ഏറ്റെടുത്ത് ചെയ്യാന്ന് പറയുമ്പോ അതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ട്. നമ്മൾ അന്ന് പറഞ്ഞുള്ള ജെന്യൂനായിട്ട് പറഞ്ഞ ചില തമാശകളൊക്കെ തന്നെയാണ് ചില സീനുകളായിട്ട് വന്നിരിക്കുന്നത്, സിനിമയിലൊക്കെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അതെപ്പോഴും ആളുകൾ എടുക്കുമല്ലോ. ഇപ്പൊ നേരത്തെ സിനിമാസൊക്കെ പറഞ്ഞ പോലെ കൊടകര ആ സാധനം ഉണ്ടല്ലോ, അതും ഒരു കൈൻഡ് ഓഫ് ഇംപ്രൈസേഷൻ ആണെങ്കിൽ പറയത്തില്ലേ? അതിൽ ഇപ്പൊ നിങ്ങളുടെ ആ കോംബോ, പപ്പിച്ചണ്ണയിൽ ആ കോംബോ, അത് അവിടെ ഒരു ഇംപ്രൈസേഷൻ ശരിക്കും നടന്നിട്ടുണ്ടോ? എങ്ങനെ? അതെന്താ ചേട്ടൻ വന്നു എന്നുള്ളത്, നമ്മളൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നടനാണ്. ഞാൻ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പപ്പുചേട്ടൻ എപ്പോഴും ഞാൻ അനുകരിക്കുന്നതാണ്. ഒരിക്കലും പപ്പുചേട്ടനായിട്ട് ഇങ്ങനൊരു വേഷം ചെയ്യാൻ പറ്റുമെന്നോ? ഞാൻ മറ്റേ മായാജാലം പടത്തിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും വേറെ ഏതൊക്കെ പടത്തിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഏറ്റുമുട്ടുന്ന രീതിയിൽ, അതായത് അദ്ദേഹവുമായിട്ട് ഇത്ര കോംബോ വരുന്ന രീതിയിലൊരു സംഭവം നമ്മൾ ലൈഫിൽ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായി. അതിനാ പപ്പുച്ചേട്ടൻ്റെ റിയാക്ഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസുമാണ് നമ്മൾക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ആ സീൻ അത് ചെയ്ത് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് വന്നപ്പോൾ നമുക്ക് പിന്നെ ഓൾറെഡി ആ ഒരു സ്ലാങ്ങിൽ അത് കിടക്കുന്നുണ്ട്. പുള്ളി അതിനെ ഭയങ്കരമായിട്ട് കയറ്റിയെടുത്ത് കൊടങ്ങനെ അല്ല എങ്ങനെ കൊടകനെ അല്ല എവിടേക്കാ പോണ മോനെ എന്നിട്ട് നമ്മളെ ഭ്രാന്താക്കുന്ന സംഭവം ഉണ്ടല്ലേ, അതിനെ നമ്മൾ ശരിക്കും ഡെവലപ്പ് ചെയ്തത്. ശരിക്കും ഇംപ്രൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആ സ്പോട്ടിൽ ചെയ്തെടുത്തു. അപ്പം ഒരു 2-3 ആക്ടേഴ്സിന്റെ ഒരു വോയിസ്. അല്ല, ഞാൻ ഇപ്പോ ഒരു ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ അധികം ചെയ്യാറില്ല. മുമ്പൊക്കെ അത് ചെയ്യല. പിന്നെ നമ്മളിപ്പോ ഒരു പാട്ടിലൂടെ ഒക്കെ കണക്ട് ചെയ്തൊക്കെയാണ് പലതും ചെയ്തു പോണത്. ഇപ്പൊ ഞാനിപ്പോ അമ്മ പ്രോഗ്രാം അത് നമ്മൾ ആ വിഷ്വല് ചെയ്താൽ തന്നെ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ശരി. അമ്മയുടെ നമ്മളൊരു കുടുംബസംഗമം വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെ ഹിറ്റായി കിടക്കുന്നൊരു സീനാണ്, ഡയലോഗാണ് നമ്മുടെ താമരശ്ശേരി ചുരം. ആ സീക്വൻസ് അറിയാലോ, തുടങ്ങി വൈഡ് ഫ്രെയിം ഒറ്റ ഷോട്ടാണത്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ക്ലോസിന് വേണ്ടി മാത്രമേ പ്രിയേട്ടൻ അത് കട്ട് ചെയ്തിട്ടുള്ളൂ, പ്രിയൻ സാർ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം കിടക്കുന്നത് ഒറ്റ ഫ്രെയിമില്ല. ഇങ്ങനെ തുടങ്ങി എന്താണ് ഈ റോൾ അത് നമ്മൾ മുമ്പ് കേട്ടിരിക്കണം. അത് ഇങ്ങനെ അറിയില്ലേ നമ്മുടെ താമരശ്ശേരി ചുരം ഇങ്ങനെ ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ അമ്മയുടെ ഇപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായ സമയത്ത് ആ മാറ്റർ മാറ്റി, അതിനകത്ത് കിടക്കുന്ന ആ കണ്ടന്റ് അത് നമ്മളെടുത്ത് മാറ്റിയിട്ട് നേരെ ഇവരുടെ ഈ ഫംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്തു. ശരി, മനസ്സിലായി. അമ്മയുടെ ഫംഗ്ഷനായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ പുള്ളി നടന്നു വരുമ്പോൾ ഈ കോമഡി ഷോ അത് നമ്മൾ കുറെ കേട്ടേക്കണേ 400 ആർട്ടിസ്റ്റുകൾ 10 മണിക്കൂർ പോരാ. ഇങ്ങനെയാണ് അമ്മയുടെ പ്രോഗ്രാം, അമ്മയുടെ കുടുംബസംഘം വന്ന് ഇങ്ങനെയാണ് ഈ പരിപാടിക്ക് നമ്മൾ ഡാൻസ് കളിക്കാൻ കയറി. അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര ജനല്ല, അത് അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര ഒക്കെയല്ലേ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞാൽ മതി, അപ്പൊ തന്നെ തലയെ കുറിച്ച് താഴെ. അപ്പൊ അതിനകത്ത് കിടക്കുന്ന സാധനം സെയിം തന്നെയാണ്. അതെ, സെയിം സാധനം തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തു. അതെ, അപ്പൊ അതൊരു ഭയങ്കര ഇമ്പാക്ട്, ഭയങ്കരമായിട്ട് കിട്ടിയൊരു സംഭവം. ഈ
സുനിൽ സുഗത ചേട്ടനാണ്, തിയേറ്റർ ആർട്ടിസ്റ്റുമാണ്. നമ്മുടെ ചാപ്പാക്കുരിശിലൊക്കെയാണ് ആദ്യം ഒരു പുള്ളിനെ ഒരു ഇത്. പുള്ളിയുടെ എനിക്കിപ്പോ ഈ വന്ന നടന്മാരിലൊക്കെ ഇനി ഒരു അനുകരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവം. അത് പെർഫെക്ഷൻ അല്ല, എന്നാലും അതിനൊരു ശൈലി ഉണ്ട് ആളിന്. ഞാൻ പറയുന്നത് എടേ മാനുവല്ലേ, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് തരാനുള്ള പൈസ ആദ്യം തോമസേപ്രായം തരും. മോളേൻ്റെ അവിടെ നിന്ന് അന്ന് ഞാൻ പയൻ അർപ്പിച്ച് ചോദിച്ചപ്പോൾ എന്തായിരുന്നു അഹങ്കാരം? ഇങ്ങനെ ടീമിൽ കളിച്ച കളി പഠിക്കുന്നപ്പോൾ മനസ്സിലായി. പൊക്കോട്ടെ, പൊക്കോ. കറക്റ്റാ, ആ സ്ലാങ്ങുമായ രീതി പക്കയാ. പക്ഷെ ഇത് അധികം ആരും അനുകരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അധികം നല്ല ഞാൻ കേട്ടിട്ടില്ല പുള്ളിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന. നമുക്കൊരു ഇഷ്ടം കൊണ്ട് ഞാൻ പക്ഷെ കറക്റ്റാ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അവരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആർക്കും ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഒരു വൈഫാണല്ലോ, അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ളായിരുന്നു മിമിക്രിക്കാരോട്. കാര്യം പൊതുവെ ഇവരെല്ലാവരും ഇങ്ങനെ വിഷമിപ്പിക്കുക അങ്ങനത്തെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി ഇവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ മാത്രമാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. എന്നാലാണ് ഇത് പക്ക കറക്റ്റ് ആവുള്ളൂ. അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അവരത് ചെയ്യണത്. പക്ഷെ അതെനിക്ക് വിവാഹം കഴിച്ചുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇവരെല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നടക്കുക അങ്ങനെ. പക്ഷെ അവർക്ക് അത്രയും ഇഷ്ടമുള്ള സ്റ്റാർസിന് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആ സൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് അവരോടുള്ള ഒരു കമ്പം വേണമല്ലോ. തീർച്ചയായിട്ടും വേണം. അത് പിന്നെ അത് മാത്രമല്ല, നമ്മള് ഇപ്പോൾ കുറേ സ്റ്റാർസ് ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഒരു വലിയ ഷോ ഒക്കെ വരുമ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിക്കാണെങ്കിൽ തന്നെ ലാലു അലക്സേട്ടനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് ഇങ്ങനെ ഒരുമിച്ച് കയറുന്ന സമയത്ത് എന്റെ സംഭവം നീ ചെയ്യുന്നില്ലേടാ, അത് ചിലപ്പോ പാട്ടിലൂടെ ആയിരിക്കും അത് ആഡ് ചെയ്യാൻ വേണ്ടി അത് അവര് ആഗ്രഹിക്കുന്നുണ്ട്. അത് അതെ, അങ്ങനെ നോക്കുമ്പോൾ പറയാൻ ഒരു സാധനമുണ്ട്. ഇത് പലർക്കും അറിയുമോന്ന് എനിക്കറിയില്ല. കോബ്ര സിനിമ അതിലെ പാട്ട് അറിയാം, പലർക്കും അറിയാം. എന്നാലും ചിലർക്ക് അത് ഞാൻ ഇതുപോലെ തന്നെ അമ്മയുടെ തന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ലാലേട്ടൻ എന്നെ കൊണ്ടൊരു നവാസ് അനുകരിച്ച് പടം സിദ്ദിഖ് ലാലേട്ടൻ അന്ന് അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യണത്. അത് കോഴിക്കോട് അന്നൊരു ഷോ ആണ്. അപ്പോൾ പറഞ്ഞു നവാസ് സിംഗേഴ്സൊക്കെ പാടുന്നതല്ലേ, അപ്പോൾ എന്തൊരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ തന്നെ എന്നെ കൊണ്ട് പറഞ്ഞ് ഞാൻ ചെയ്തത് നല്ല രസമായിരുന്നു ആ പ്രോഗ്രാം. അപ്പോൾ അതിനുശേഷം ഇമ്മീഡിയറ്റ് ആണ് ഈ പറഞ്ഞ കോബ്ര അനൗൺസ് ചെയ്യുന്നതും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ താരങ്ങൾ തന്നെ പാടുന്നൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ ലാലു അലക്സിന് വേണ്ടി അങ്ങനെ പാടാം. പക്ഷെ എനിക്കിട്ടൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പാടിയ അലക്സ് പോൾ ചേട്ടനായിരുന്നു. അപ്പോൾ പാടി കഴിഞ്ഞപ്പോൾ പിന്നെ മമ്മൂക്കാട് ഒരു പോർഷൻ കൂടെ അതൊന്ന് പാടി വെച്ചോളാൻ പറഞ്ഞു. പലവരും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാടി അത് ഔട്ട് വന്നപ്പോൾ ആ രണ്ടും നമ്മുടെ തന്നെ ഒരു സംഭവമാക്കി. പിന്നെ നല്ല ഇത് വന്നിരുന്നു. ഈ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, എന്തായാലും ചോദിക്കുക, ഒരു സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ആ വ്യക്തി അവൈലബിൾ അല്ലാത്തോണ്ട് ഡബ് ചെയ്തിന് എന്റെ സിറ്റുവേഷൻ ഇഷ്ടം പോലെ വന്നിട്ടില്ലേ? പപ്പുച്ചേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ ചോദിക്കാം. അത് പപ്പുച്ചേട്ടൻ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഇത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നാലും ഇതൊക്കെ സംഭവിക്കും. മനസ്സിലാവുന്നില്ല, നമ്മളത് അറിയണമല്ലോ. അപ്പൊ ഞാൻ ആദ്യം അവരുടെ അനുവാദത്തോടു കൂടി നമ്മളത് ചെയ്യാൻ പാടില്ല. ഞാൻ അപ്പം തന്നെ പപ്പുച്ചേട്ടനെ വിളിച്ചു. ശരി, അപ്പോൾ പറഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട്, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, മോനെ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലോറിയ ഫെർണാണ്ടസ് ഫ്രം USA എന്നൊരു അങ്ങനത്തെ ഒരു പടമാണത്. അപ്പോൾ ബാബു ആന്റണി ചേട്ടനൊക്കെ ലീഡ് ചെയ്യുന്നൊരു പടം. അപ്പോൾ എനിക്ക് 13 റീൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പപ്പുച്ചേട്ടന് വേണ്ടി. 13 റീൽ? അത് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ചെയ്താണ് KT പടൽ ചേട്ടനല്ലേ, അദ്ദേഹത്തിന് വേണ്ടി മൈഡിൽ കടിയിൽ ഞാൻ ശബ്ദം കൊടുത്തിരിക്കുന്നു. ശരി, കേൾക്കുമ്പോൾ അത് ഇനി നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം, അറിയാൻ പറ്റും. മൈഡിയർ കുട്ടിച്ചാത്തൻ വീണ്ടും വർക്ക് ചെയ്ത് വന്നല്ലോ. നമ്മൾ ആദ്യത്തെ സംഭവം കഴിഞ്ഞ് പിന്നെ വേറെ നടപ്പരൊക്കെ ആഡ് ചെയ്ത് വന്നു. അന്ന് ഡബിങ് ഇൻചാർജ് എനിക്ക് ഷമിത്രൻ. അങ്ങനെ അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഇപ്പോഴത്തെ സൈക്കിൾ റിക്ഷക്കാരന് ചെയ്തിരിക്കുന്ന എൻ്റെ ശബ്ദം. സൈക്കിൾ റിക്ഷ ആയിട്ട് കുറച്ച് സമയം ഉണ്ട് കുട്ടികളായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തിരി ടോൺ മാറ്റി ഞാനാ ചെയ്തേക്കണത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു. അപ്പൊ ഇവിടെ ഈ പ്രേതങ്ങളൊക്കെ ഉണ്ടാവുമോ? പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, നിങ്ങൾ വിളിച്ച ചാട്ടം വരും. അങ്ങനെ അപ്പൊ ഞാനത് അതിനകത്ത് ഉപയോഗിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ രൂപവും പിന്നെ വായ തുറന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു പുള്ളിയുടെ ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ചിട്ട് ഞാൻ അസീസ്ക്കില്ലേ പണ്ടത്തെ അസീസ്ക്കാരുടെ ശൈലിയെ പിടിച്ചത്.
പണിക്കര് സാറെന്ന് ചുമ്മാതിരി ആ ഒരു സാധനം ഇതിലോട്ട് ഒന്ന് അന്ന് എന്തോ 17-20 ഇയേഴ്സ് അത്രേ ഏജ് കുറവാ. അപ്പൊ ഞാൻ ഈ അടുത്തത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇയാള് ഭയങ്കര പ്രായമുണ്ടല്ലോ, എടി നവാസ് അന്ന് അത്രയും ചെറുപ്പത്തിൽ എങ്ങനെ ഇത് ചെയ്തേന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം കണ്ടപ്പോ. ഇതൊക്കെ വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യങ്ങൾ, സന്തോഷങ്ങളാണ്. അത് തന്നെയാണ് രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ പാടാനുള്ള അവസരവും പറഞ്ഞ പോലെ ഇന്നസെന്റ് ഏട്ടന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ ചെന്ന് പാടി മദ്രാസിൽ ഞങ്ങളന്ന് മിമിക്സ് ആക്ഷൻ ബാൻഡിന്റെ ഡബിങ് നടക്കുന്ന സമയത്ത് പോയി ഇതുപോലെ. ഇതൊക്കെ ഇപ്പോഴൊക്കെ നമുക്ക് പക്ഷേ ഞെട്ടലാണ്, അവിടെ നമ്മളത് ചെയ്തു പാടി എന്നുള്ളതൊക്കെ. അതെ അതെ. അപ്പോഴും നവാസൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ സിനിമയിലോ സ്റ്റേജിലോ പാടുന്നതിലുപരി ജീവിതത്തിൽ പാട്ട് പാടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈഫിൽ എപ്പോഴും ആ ഒരു പാട്ട് എന്നുള്ളൊരു സംഭവം പാട്ടിനെ നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് ചെറിയ നമുക്ക് ഇപ്പം എല്ലാ സമയത്തും നമ്മളെല്ലാം ഒരേ മൂടായിരിക്കണം എന്നില്ലല്ലോ. നമുക്ക് ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ ഞാനിപ്പോൾ അയൺ ചെയ്യാതിരിക്കുക, ആ സമയത്ത് ഒരു പാട്ട് കേട്ടാലാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്ന ഫ്രീ ആണ്, ഒരു ജോലിയാണെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണത്. ശരിയാ. അത് ഏത് ടൈമിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, നിർബന്ധം തന്നെയാണ് മനുഷ്യന്. നമ്മൾ പലരും ചെയ്യുന്നത് നമ്മൾ മടികൊണ്ടും പല സമയത്തും നമ്മൾ ചെയ്യാതെ പോകുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് എന്നൊക്കെ വെച്ച് പാട്ടുകൾ വെക്കുന്ന മ്യൂസിക് വെച്ച് ചെയ്യുന്നവരുണ്ട്. അത് ചെയ്താലാണ് അത് ഇതിന് മാത്രമേ ആപ്റ്റ് ഉള്ളൂ, മോട്ടിവേഷണൽ സോങ്. അതായത് അത് മാത്രമല്ല ഈ അത്തരത്തിലുള്ള മ്യൂസിക്കാണ് ഇതിന് പാടുള്ളൂ എന്നൊക്കെ ചില ഞാൻ പഴയ രവീന്ദ്ര മാഷിന്റെ പാട്ടുകളും പിന്നെ ഇളയ സാറിന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങള് കലാഭവന്റെ ഷോ ആയിട്ട് പൊന്നാനി ഭാഗത്ത് പോയപ്പോ ഈ പറഞ്ഞ അപ്പൊ ബോഡി ബിൽഡിംഗ് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മസിലും കാര്യങ്ങളൊന്നും ഓരോ ചെയ്യണം, അവർക്ക് ഭയങ്കര മ്യൂസിക്കാണ്. ലാസ്റ്റ് ഇത് വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നതുപോലെ മസിലൊക്കെ പെരിപ്പിച്ച് വന്നപ്പോൾ തന്നെ പഴന്തമിഴ് പാട്ടിഴയും പുള്ളിക്ക് അവിടെ നിന്ന് ഓടണം. ഈ സാധനം മുഴുവൻ തീർത്തിട്ട് പോയാൽ മതി, ഭയങ്കര ടെൻഷനായി പോയി. സരസ സുന്ദരി മണി മിമിക്രിക്കാരിലെ നിക്കണത് ജീവിതത്തില് അത്രയും സ്ലോ സാധനം നമുക്ക് ഈ ടൈമിൽ പറ്റില്ല. എന്നാലും ഒരു മീറ്റർ വേണം. അതൊക്കെ നമുക്ക് ഇങ്ങനെ കിടന്ന് ആസ്വദിച്ച് കേൾക്കേണ്ട പാട്ടുകളാണ് തീർച്ചയായിട്ടും. അതുപോലെ നവാസക്ക, ഞങ്ങള് കഴിഞ്ഞൊരു മാസം നമ്മള് നിയാസക്കയുടെയും ഫാമിലിയുടെയും ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞതിന്റെ ഇടയ്ക്ക് കുറേ പ്രാവശ്യം നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ചെറിയൊരു കട്ടിങ് കാണിക്കാം. വാപ്പ ഉമ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്തെന്നാ പറയുക ബാധ്യത ആയിട്ടൊന്നും മനസ്സിൽ കാണണ്ട. കാരണം നിങ്ങൾ സ്വയം പര്യാപ്തരാവുക, നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ എന്ത് വേണോ അത് ചെയ്യുക. അത് ചെയ്തോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒട്ടും നമ്മൾ തടസ്സമല്ല. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടുള്ള, കാരണം അവൾക്ക് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഇതിലും നിങ്ങൾ ആരും കണ്ണുവെക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും എന്താഗ്രഹം ഉണ്ടെങ്കിലും സ്വയം അധ്വാനിക്കുക, ഉണ്ടാക്കുക. വീട്ടില് എൻ്റെ അടുത്ത് വരുമ്പോ ഇവിടെ കിടക്കാൻ ഇടമുണ്ട്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം അവർക്കും കിട്ടും, ഉടുക്കാനുള്ള വസ്ത്രവും കിട്ടും. അത്രയും മതിയെങ്കിൽ ഒരു പണിക്കും പോണ്ട, ഇവിടെ കിടന്നു. അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വിട്ടോ. ഇത് കേട്ടല്ലോ, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് പണി തരാൻ വേണ്ടി ചോദിച്ചാണ്. ഞാന് ഈ നിമിഷത്തിനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്ന യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്തുമാത്രം
പ്രാവർത്തികമാക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ എത്തുന്നുള്ളൂ, ഇതൊക്കെ നമ്മൾ ചില നമ്മുടെ ദീർഘവീക്ഷണമാണല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അത്രയും അനുഭവിച്ച് വന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ നിയാസ് സംബന്ധിച്ച് പറഞ്ഞാൽ നിയാസിൻ്റെ അറിവും അല്ലെങ്കിൽ അവസ്ഥകളും വന്നിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നിയാസൊക്കെ വന്നിട്ടുള്ള അതുപോലെയുള്ള വളരെ അപകടം പിടിച്ച വളരെ അവസ്ഥ മോശമായിട്ടുള്ള വഴികളിലൂടെ തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്തൊക്കെ. ഈ പറഞ്ഞ പോലെ നമ്മൾ ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പലതും പറയിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നതിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ ആദ്യം എനിക്കൊരു കുടുംബം വേണം, ഒരു വിവാഹപ്രായം, പ്രകൃതി നിയമം എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം നമ്മളൊരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റാതിരിക്കാനും മറ്റുള്ള മോശമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും ഒക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈശ്വര വിശ്വാസി എന്നുള്ള നിലയ്ക്കും വിശ്വസിക്കുന്നവരല്ലാത്തവരൊക്കെ ഒരു ചട്ടക്കൂട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കും നമുക്കൊരു സ്വസ്ഥമായൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിനകത്താണ് ഭാര്യയും മക്കളും എല്ലാവരും വരുന്നതല്ലേ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വക ഒരു പരിപാടിക്ക് നിൽക്കരുത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമുണ്ട്. പലവർക്കും പല കാഴ്ചപ്പാടായിരിക്കും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ ടെലിവിഷൻ കാണുന്നത് ഞാൻ 6ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാണ്, സ്കൂളിൽ വെച്ച് വന്ന് പറയാണ്, എൻ്റെ വാപ്പ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനകത്ത് കൂടെ കുറേ കാറും ലോറിയൊക്കെ പോകും, വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എത്ര വലിപ്പമുണ്ട്, ഇത് ഇത്ര വലിപ്പമുള്ളൂ, അതിനകത്തൂടെ ലോറി പോയില്ല. എന്നോട്ട് ലഞ്ച് ബ്രേക്കിന് ഓടുകയാണ് ഞാൻ ഇവൻ്റെ കൂടെ. ഓടി ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് അത് ഓട്ടം. ഓടി ഇവൻ്റെ വീടിൻ്റെ ജനലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ശരിയാണ് കാറും ലോറിയൊക്കെ പോകണ ബോക്സിനകത്ത് കൂടെ. അപ്പോൾ 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്? 11 വയസ്സ്. ഈ 11 വയസ്സിലാണ് ഞാനത് കാണുന്നത്. ജനിച്ച് വരുമ്പോൾ തന്നെ 3 മൊബൈൽ ഫോണും കൊണ്ടാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് മക്കളിപ്പോൾ വരുന്നത്. 3 കുറവാണ് ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ. ഈ പറയുന്ന ഗെയിമുകൾ മുതൽ ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നവരാണ്. കാലഘട്ടം ഒരുപാട് മാറി. എല്ലാ ചെറിയ വീടാണോ വലിയ വീടാണോ സാമ്പത്തിക വിഷയമുണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല, എവിടെന്നെങ്കിലുമൊക്കെ അത് ഒപ്പിച്ച് പാവപ്പെട്ട പാരൻസ് അങ്ങനെ തന്നെ പറയണം. കാരണം വെച്ചാൽ മക്കൾക്ക് വേണ്ടി അത്രയും ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളാണ് ഓൾമോസ്റ്റ് എല്ലാ മാതാപിതാക്കളും. അപ്പോൾ ഇവരുടെ സന്തോഷം ഞങ്ങൾക്ക് കിട്ടാതെ പോയ ഒരു ജനറേഷൻ ഇല്ലാതെ പോയ സന്തോഷങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കടം വാങ്ങിച്ചും ഇന്ന് പലതും ചെയ്യുന്നവരുണ്ട്. അത് പലപ്പോഴും ഓവറാകാറുണ്ട്. അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി, ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാതെ പോകുന്ന മക്കളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ വളരെ കടുത്തതല്ലെങ്കിലും സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡിങ്ങിൽ എത്തണം, ഇൻഡിപെൻഡൻ്റ് ആക്കണം എന്നുള്ള ആ തീരുമാനമൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് നമുക്കും പലപ്പോഴും പല കാര്യങ്ങളൊന്നും അങ്ങനെ കടുപ്പിച്ച് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നാളെ അവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യർ. അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ. സത്യം. നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു എന്ന് പറയാം. ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളിൽ. ഇപ്പം ഞാൻ ഇന്നിവിടെ ഇരിക്കുമോ എന്നുള്ള കുറേ വർഷം നോക്കുമ്പോൾ എനിക്കറിയും. ഞാൻ ഈ പ്രൊഫഷനിൽ വരുന്നതിനെ കുറിച്ച് എനിക്ക് വല്ല ധാരണയുണ്ടോ? ഇനി അന്ന് കഴിഞ്ഞ ദൈവമേ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന സ്റ്റേജിൽ നിന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈശ്വരനെ എത്തിച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും ആൾക്കാരെ അറിയുന്നു അല്ലേ, തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ പരിപാടികൾ, അതൊരു തീർച്ചയായും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്കിത് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്ന വഴികളും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് തിരിച്ചറിവുണ്ടാക്കണം. നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണം. ആ ഒരു അറിവ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്.
യെസ്, അതപ്പോൾ തീർച്ചയായിട്ടും ആ സാഹചര്യം വെച്ച് കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇനി ഫൈനലി നമുക്കൊരു പാട്ടും കൂടെ കേട്ട് നമുക്ക് അതിൻ്റെ ഒരു ഏതേലും നമുക്ക് ഈ പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് പഴയ പാട്ടുകൾ തന്നെ വരുള്ളൂ. ഫൈനൽ പുതിയത് കുറേ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മൂളാൻ പറയുമ്പോൾ ഒരു പഴയ പാട്ട് വരുള്ളൂ. ആ ഒരു സ്നേഹം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അടിപൊളി.